അള്ളാഹ് ഹലാലാക്കിയ ഒരു രണ്ടാം ഭാര്യ നിങ്ങൾ അനുവദിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ നല്ലോണം അനുവദിച്ചത് ഞങ്ങളൊക്കെ കെട്ടിയിരുന്നു. അടിവിടാനാവൂല എന്ന് വിചാരിച്ചിട്ടാ. സത്യം, പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോ ബാപ്പാരെ കണ്ണുനീര് കാണുമ്പോ ഞങ്ങൾക്കുള്ള ഒരു അനുഭവം പറയാം. നിങ്ങൾ വിചാരിക്കല്ലോ മൗലൈമാര് രണ്ടെട്ടുണ്ട് ഓൽക്ക് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളോണ്ടാണ്. പടച്ചവനാണ് ഈ ഹൃദയത്തെ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ, കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിക്കാണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കി നിങ്ങളെ ഭർത്താക്കും, അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല. അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞ് കരയും ഇബ്രാഹിക്ക, എന്നും പറഞ്ഞ് കരയും. ജീവിതത്തിൽ പലപ്പോഴും തോന്നി ഇബ്രാഹിക്ക ഞാൻ കെട്ടിക്കോളെ നിങ്ങളെ മോളെ എന്ന് പറയാൻ. നിങ്ങൾ അനുവദിച്ചോ? നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ? എന്നിട്ട് ആ വാപ്പാന്റെ ഞങ്ങൾ പ്രസംഗ രംഗത്തൊക്കെ പോകുന്നുണ്ട്, ഞങ്ങളോടാ പറയുക. അതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും. പടച്ചോനെ, ഈ പെൺകുട്ടി വയ്യാതാരായി പോവല്ലോ, കേട് വന്ന് പോവല്ലോ, ഓളെ കല്യാണം കഴിച്ചാൽ ഓക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ. അത് നിങ്ങൾ അനുവദിച്ചില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സഹാബികൾ 2 ഭാര്യമാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പറഞ്ഞു. അത് നിങ്ങളാരും അനുവദിച്ചോളൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ പറ്റി വിശദീകരിച്ചപ്പോ, നിങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലേ? എന്തേ സ്നേഹം കൂടുതലുകൊണ്ടാണത് എന്നാണ് നിങ്ങൾ പറയുന്നത്. ആയിക്കോട്ടെ, റസൂലിന്റെ ഹദീസ് എന്തറിയോ? ഒരു വലിയ മുത്ത് സ്വർഗ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു വീഡിയോ വീണ്ടും ട്രെൻഡിങ്ങിലാവുകയാണ്. വീണ്ടും എന്ന് പറഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ട്രെൻഡിങ്ങിലാവും. ആളുകൾ വാരിയിട്ട് കൊടുക്കും ഉസ്താദിനെ, വീണ്ടും ഒന്ന് പതുങ്ങും, വീണ്ടും ട്രെൻഡിങ്ങിലാവും, ഉസ്താദിനെ വീണ്ടും വാരിയിട്ട് കൊടുക്കും. ഇതാണ് സംഭവം. ഉസ്താദിന്റെ രോധനമാണ്, ഒരു ഉസ്താദിന്റെ രോധനമാണ് നമ്മൾ ആ വീഡിയോയിലൂടെ കാണുന്നത്. ആ വീഡിയോ നമ്മളിവിടെ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. സത്യത്തിൽ ആഗ്രഹം കൊണ്ടല്ല 1, 2, 3, 4 കെട്ടുന്നത്. എന്തുകൊണ്ടാണ് ഈ ഉസ്താദിനെ പോലുള്ളവരൊക്കെ ഇങ്ങനെ 2, 3, 4 ഒക്കെ കെട്ടണമെന്ന് ആഗ്രഹം? അതിന്റെ പിന്നിൽ ആ രഹസ്യം ഉസ്താദ് തുറന്നു പറഞ്ഞു. എന്താ തോന്നുന്നത് ആ രഹസ്യത്തെക്കുറിച്ചും? ആ രഹസ്യം കേട്ടതിന് ശേഷം എന്താണ് പാർത്ഥന് തോന്നുന്നത്? ഒന്ന് ധന്യ പറഞ്ഞതുപോലെ കാലയവനികയ്ക്കുള്ളിൽ മായ്ക്കാത്തതാണ് ഉസ്താദിൻ്റെ പ്രസംഗം. ഇടയ്ക്കിടയ്ക്ക് പൊന്തി വരികയും പിന്നെ ഒന്ന് തണുക്കുകയും പിന്നെയും ചൂട് പിടിക്കുകയും ചെയ്യുന്ന ഒരു പ്രസംഗമാണ്. വളരെ മനോഹരമായ പ്രസംഗമെന്ന് ഞാൻ പറയും. കാരണം ആ പ്രസംഗത്തിൻ്റെ ശൈലിയൊക്കെ വളരെ മനോഹരമാണ്. പക്ഷേ അതിൻ്റെ കണ്ടന്റ് അത്ര മനോഹരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഉസ്താദിന് വളരെ രസികനാണ് ഇദ്ദേഹം. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി ആളുകളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. കാരണം വ്യക്തിപരമായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളോട് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം അതൊരു മതപ്രഭാഷകനായതുകൊണ്ടൊന്നുമല്ല. അദ്ദേഹം ശുദ്ധമായ സ്ത്രീ വിരുദ്ധതയും മതവാദവുമാണ് പറയുന്നത് എന്ന ഉറച്ച ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക മതപ്രഭാഷകനാണ്. മുജാഹിദ് ബാലുശ്ശേരി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം പറയുന്നത് ഒരു തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഞങ്ങളുടെ കോഴിക്കോട് ഓഫീസിൽ, മുജാഹിദ് ഓഫീസിൽ ഒരു ഇബ്രാഹിക്കുണ്ട്. ഇബ്രാഹിക്ക് ഇങ്ങനെ കരയാറാണ്. മോളെ കല്യാണത്തെ ആലോചിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ആ പാവത്തിൻ്റെ ഈ വിഷമം കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇബ്രാഹിക്ക നിങ്ങളെ മോളെ ഞാൻ കെട്ടിക്കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ നിങ്ങൾ വിചാരിക്കും അത് വേറെ എന്തോ ഉദ്ദേശം കൊണ്ടാണെന്ന്. അല്ല, ആ പെൺകുട്ടിക്കൊരു ജീവിതം കൊടുക്കുക എന്നതിലപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അള്ളാഹുവിനെയും കൂട്ടുപിടിക്കുന്നുണ്ട് ഇതിൽ. അള്ളാഹുവിനെ കൂട്ടുപിടിക്കാൻ അള്ളാഹു ഇത്തരത്തിലുള്ള ആളുകളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പം അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ കെയർ കൊടുക്കുന്നവരെയാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം എന്നാണ് പറയുന്നത്. എന്തൊരു കഷ്ടമാണ് നോക്കണേ. കാര്യം അദ്ദേഹം പറയുന്നൊരു കാര്യം, ആഗ്രഹം കൊണ്ടല്ല ഇതൊന്നും ഞാൻ പറയുന്നത്. അതായത് മെയിൻ ആയിട്ട് പറയുന്നത് സെക്സ് ചെയ്യാനല്ല ഞങ്ങൾ 2, 3 കെട്ടുന്നത്. അപ്പം ഇദ്ദേഹത്തിന് അത്രയ്ക്ക് സംരക്ഷണ ബോധമാണെങ്കിൽ സോഷ്യൽ മീഡിയ മൊത്തം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഭർത്താവാകണമെന്ന് തന്നെ എന്താ ഇത്ര ഒരു നിർബന്ധം? അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു കുട്ടിയെ വേറൊരാൾക്ക് കൈപിടിച്ചു കൊടുത്തൂടെ? ആ കുട്ടിക്ക് എന്തെങ്കിലും ആഭരണമോ ഇനി അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ചിലവോ വേണമെങ്കിൽ അത് ഇയാൾക്ക് വഹിച്ചൂടെ? അത് നമുക്ക് പറ്റൂല. നമുക്ക് സംരക്ഷണം നൽകണം. കെട്ടി സംരക്ഷണം നൽകണം. അതാണ്. മാത്രമല്ല പറയുന്നുണ്ട്, ഈ ഭാര്യമാരെ പേടിച്ചുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യാത്തത്, കെട്ടാത്തത്. ഭാര്യമാരൊക്കെ ആണെങ്കിൽ കെട്ടണല്ല, മറ്റുള്ളവരുടെ ബാപ്പമാരുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ
സംരക്ഷിക്കുന്നതാണ്, കെട്ടുന്നതല്ല, സെക്സിന് വേണ്ടി ഒന്നുമല്ല, സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, തെറ്റിദ്ധരിക്കരുത്. അതെ, ഞാനിങ്ങനെ ആലോചിച്ചു, അത് സംരക്ഷണം എന്ന് പറയുന്നതിന് ഈ വിവാഹത്തിലൂടെ മാത്രമേ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ചില ഉസ്താദുമാർക്ക് അങ്ങനെ വിവാഹത്തിലൂടെ മാത്രമേ. ധന്യ പറഞ്ഞാണ് കറക്റ്റ്. വിവാഹത്തിലൂടെ മാത്രം സംരക്ഷിക്കുന്നതിന്റെ അതിന്റെ പേരാണ്, ഉസ്താദ് പറഞ്ഞതിന്റെ പേരല്ല അത്, ഉസ്താദ് പറഞ്ഞ സാധനം അല്ല അത്. അദ്ദേഹത്തിന് സംരക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ആ കുട്ടിയെ ദത്തെടുക്കുന്നത് പോലെ ചെയ്യാം. നല്ല ചെറുക്കനെ കണ്ടുപിടിച്ച് എന്താന്ന് വേണ്ടത്, ഇവരില് മഹർ കൊടുക്കുക, അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ എല്ലാവരും കൂടെ ഇടപെട്ട് നമുക്കത് ചെയ്യാം. ആ കുട്ടിയെ നല്ലൊരാളുടെ കയ്യെ പിടിച്ചു കൊടുക്കും. ഇപ്പൊ 18 വയസ്സായ ഒരു കുഞ്ഞിന്റെ ബാപ്പയാണ് കരയുന്നതെങ്കിൽ ഈ ഉസ്താദിന് ഒരു 45-50 വയസ്സുണ്ടെന്ന് വെച്ചോ, അപ്പൊ ഈ 18 വയസ്സായ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ഉസ്താദ് കല്യാണം കഴിക്കുമോ? അല്ല, കഴിക്കും. ഈ 18 വയസ്സാണെങ്കിലും ആ ബാപ്പ സമ്മതിച്ചാൽ, പിന്നെ ഭാര്യ സമ്മതിച്ചാൽ, കുട്ടി സമ്മതിച്ചാൽ, ഇപ്പൊ ഇന്ത്യൻ നിയമം ഇങ്ങനെ ആയതുകൊണ്ട് കുട്ടി സമ്മതിച്ചാൽ ഇവർ കല്യാണം കഴിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ മാത്രമേ സംരക്ഷിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇവർക്ക് എന്തുകൊണ്ട് അല്ലാത്ത രീതിയിൽ, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇവർക്ക് അല്ലാത്ത രീതിയിൽ സംരക്ഷിക്കാൻ ഇവർക്ക് പറ്റില്ല. അതായത് പിന്നെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് മഹർ, ഇപ്പം തന്നെ പറഞ്ഞതുപോലെ മഹറൊക്കെ കൊടുത്ത് സംരക്ഷിക്കാൻ ഇവർക്ക് പറ്റില്ല. ജീവിതകാലം മുഴുവൻ ഒരു പെൺകുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ധനം ഇവർക്ക് കൊടുക്കാൻ, ഇവർ സമ്പാദിക്കുന്ന തരത്തിൽ നിന്ന് കുറച്ച് കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ ഇവരുടെ മതസംഘടനകളിൽ നിന്ന് പിരിവിട്ടാൽ പോലും അത് കിട്ടുമല്ലോ, അത് ഇവർക്ക് പറ്റില്ല. ഇനി അതുമല്ല, ഈ സമുദായത്തിലെ ചെറുപ്പക്കാർ ഈ സ്ത്രീധനമൊക്കെ വാങ്ങി ഈ വിവാഹമൊക്കെ ആർഭാടമാക്കി നടത്തുന്നത് കൊണ്ടാണല്ലോ ഈ ചെലവൊക്കെ വരുന്നത്. അത് കുറയ്ക്കാനുള്ള ഒരു ബോധവൽക്കരണം നടത്തിയാൽ പോരെ? അല്ല, അങ്ങനെ ഇല്ലാത്ത ഒരുപാട് ചെറുപ്പക്കാരും എല്ലാ സമുദായത്തിലും ഉണ്ട്. അല്ല, ഉണ്ട്, എല്ലാ സമുദായത്തിലും. പാർത്തൻ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കോ? അല്ല, ഞാൻ സ്ത്രീധനത്തെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. എനിക്ക് പെണ്ണ് കിട്ടിയാ മതി, ആ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. തിരിച്ചെടുത്തു. അതെ, അപ്പൊ പിന്നെ എന്ത്, അപ്പോ പെണ്ണായിരിക്കണം എന്നത് മാത്രമാണ് എന്റെ കൺസെപ്റ്റ്. അപ്പോ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഇവർ പറയുന്നത് പോലെ എന്താണ്, ഇങ്ങനെ സ്വർണവും അല്ലെങ്കിൽ ഈ വലിയ പൈസ വാങ്ങിക്കൊണ്ടുള്ള ഈ വിവാഹങ്ങളൊക്കെ എതിർക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഇവരുടെ പിന്നെ മതത്തിലുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യില്ല. ഇവരപ്പോഴും പറയുന്ന കാര്യം എന്താണെന്നറിയാമോ പാർത്ഥ? പ്രവാചകന്റെ പഴയ ആയിഷയുമായുള്ള ബന്ധത്തെ ഇവർ ഇതിൽ കൂട്ടി ഇണക്കും എന്ന്. ഇവർക്ക് ആ കൂടെ പറയാൻ ആ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്നാൽ പ്രവാചകന് ഭാര്യമാരുണ്ടായിരുന്നു, ഭാര്യമാരല്ല, പിന്നെ അദ്ദേഹം സംരക്ഷിക്കുന്ന ആളുകൾ. അങ്ങനെയാണ് ആയിഷയും സംരക്ഷിക്കാനാണല്ലോ അദ്ദേഹം കൊണ്ടുപോയത്. അങ്ങനെയാണ് പറയുന്നത്. എനിക്കിതിനെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ, ഞാൻ പല ടോക്കിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ സമുദായത്തിലെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എനിക്ക് വിവരം ഇല്ല, അതാണ് സത്യം. എനിക്ക് കൂടുതൽ അറിയില്ല. പല AP അഹമ്മദ് മാഷിനെ പോലുള്ള പല പ്രമുഖരായ ആളുകളും പറയുന്നത് കേട്ട് നമ്മൾക്ക് പരിചയമുള്ളതേ ഉള്ളൂ. അങ്ങനെയൊന്നും പ്രവാചകൻ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുക തന്നെയാണ് ചെയ്തത്. പ്രവാചകന് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നതായി ഒരു ഖുറാനിലും എഴുതി വച്ചിട്ടില്ല. അപ്പോൾ അതിൽ പറയാത്ത കാര്യങ്ങൾ കൂടി പറഞ്ഞ് ജനങ്ങളെ എനിക്ക് തോന്നുന്നു മറ്റ് സമുദായത്തിലെ ആളുകളെക്കാൾ കൂടുതൽ, ഞാനൊരു സമുദായത്തെ ഇതാക്കി പറയുന്നതല്ല, കുറച്ചുകൂടെ കൂടുതൽ ഈ മതത്തിൽ കുറേ കൂടി അധിഷ്ഠിതമാണ് ഇസ്ലാമിക സമൂഹം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരവരുടെ പ്രാർത്ഥനാ രീതികൾ, അവരുടെ ഇപ്പോൾ മദ്രസ പഠനം തുടങ്ങി മുതൽ അവർ പ്രാർത്ഥിക്കുന്ന 5 നിസ്കാരം ഇതുവരെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന മുസ്ലിങ്ങൾ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അവരുടെ മതത്തെ അവർ ഒരുപാട് സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ കുറേ പിന്നെ ഉസ്താദുമാരുണ്ട്. ഇപ്പം മദ്രസയിൽ തന്നെ എത്ര നല്ല ഉസ്താദുമാരുണ്ട്. അവരെ പറയിപ്പിക്കാനായിട്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. കൊച്ചു പിള്ളേരെ കാണുമ്പോൾ പോലും കാമക്കണ്ണുകളോടെ നോക്കുന്ന കുറേ ഉസ്താദുമാരുണ്ട്. നല്ല ഉസ്താദുമാരെ കൂടെ പറയിപ്പിക്കാനാണ്. സമൂഹത്തിലെ കുട്ടികളെ വളർത്തിയെടുക്കുന്നത് അത് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രഭാഷണം നടത്തുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന നമ്മളൊരു പാർത്ഥൻ ഇല്ലായിരുന്നു ആ സമയത്ത്. എനിക്ക് തോന്നുന്നു ഗൗതവും ഞാനും കൂടെ ഒരു ചർച്ച നടത്തി. അയ്യപ്പനെ കുറിച്ചൊരു ഉസ്താദ് പറയുന്ന കാര്യം എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അയ്യപ്പനെ കുറിച്ച്. അതായത് ഒരു അയ്യപ്പന്റെ ശബരിമലയിൽ പോകുന്നവരാരും പത്തനംതിട്ടയിലെത്തി ഗായ്സ്, ഇനി ഞങ്ങൾ മല കയറാൻ പോകുന്നു ഗായ്സ്, നിങ്ങൾ കണ്ടു ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവരാരും ഒരു യൂട്യൂബിലും പിന്നെ വീഡിയോ ഇടുന്നതോ അങ്ങനെ പോകുന്നതോ നമ്മൾ ആരും കണ്ടിട്ടില്ല. അവർ യഥാർത്ഥ 41 ദിവസം വ്രതമെടുത്ത് യഥാർത്ഥ ഭക്തിയോടുകൂടി പോകുന്ന അയ്യപ്പനെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അത് വിവരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ അറിയാതെ ഇരുന്ന് കേട്ടുപോകുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള നല്ല ഉസ്താദുമാർ, നല്ല പ്രഭാഷണം നടത്തുന്ന ഇസ്ലാം മത പണ്ഡിതന്മാർ ഒക്കെയുണ്ട്. പക്ഷേ
ഈ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാനും ഈ സോഷ്യൽ മീഡിയ വഴി പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു 2 വാചകം കേൾക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിക്കും, കേൾക്കുന്ന ഞാനാണോ പൊട്ടി, പറയുന്ന ഇങ്ങേരാണോ പൊട്ടനെന്ന്. ഈ ധന്യ പറഞ്ഞതുപോലെ ഇത് കേട്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ കേട്ടിരിക്കുന്ന ആളുകളുടെ തലയിൽ എന്താണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇവരെയൊക്കെ എങ്ങനെയാണ് ഇവർ വാർത്തെടുക്കുന്നത് എന്നാണ് ചിന്ത. ഒരു സ്ത്രീയെ എപ്പോഴും കരുവാക്കുക എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ഇസ്ലാമിലെ ആത്മീയത എത്ര മനോഹരമായ ആത്മീയതയാണ്. കാര്യം 5 നേരം നിസ്കരിക്കുന്നു. പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന സമയത്ത് ഈശ്വരന് വേണ്ടി മാത്രം, അതായത് അള്ളാഹുവിന് വേണ്ടി മാത്രം സമയം കൊടുക്കുന്നവർ, കുറച്ചു നേരമാണെങ്കിൽ പോലും തന്നിലേക്ക് തന്നെ ശ്രദ്ധിച്ച് കണ്ണടച്ച് മുട്ടുകുത്തി മുകളിലേക്ക് നോക്കി കണ്ണടയ്ക്കുന്ന സമയത്ത് നമ്മിലേക്ക് തന്നെ നോക്കാൻ കഴിയും. നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ ഉള്ളിലുള്ള പവർ, ശബരിമലയിൽ എഴുതി വെച്ചതുപോലെ തത്വമസി, നിന്നിൽ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത് നിന്നിൽ തന്നെയാണ്. അതായത് നീ തേടിയതെന്തോ അത് നീ തന്നെയാണ് എന്നാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ആ മഹാചൈതന്യത്തിന്റെ അംശമുണ്ട് എന്നാണ് എല്ലാ മതങ്ങളും പറയുന്നത്. അത് കണ്ടെത്താൻ വേണ്ടിയാണ് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതും യോഗ ചെയ്യുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും. ഈ ഇസ്ലാമിലെ ഈ നിസ്കാരങ്ങളും എല്ലാം അത് തന്നെയാണ്. അത് ഏത് മനുഷ്യനും ബാധകമാണ്. എല്ലാ മനുഷ്യനും ദൈവത്തിന് മുന്നിൽ ഒരൊറ്റ വ്യക്തിത്വമാണ്. പല വിധത്തിൽ പല രൂപങ്ങളായി പല മതങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇസ്ലാം മതത്തിൽ ഈ വിശ്വാസത്തിനിടയ്ക്ക് കുറേ ആളുകൾ ചേർന്നുകൊണ്ട് ഈ കാമത്തെ തിരികെ വെക്കുക, ഈ പറയുന്ന പോലെ സ്ത്രീകളെ അടിമകളാക്കി ചിത്രീകരിക്കുന്നത് പോലെ സ്ത്രീയെ എന്തോ ഒരു തരത്തിൽ ഒരു വല്ലാത്ത വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന രീതിയിലേക്കുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ചില ആളുകളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അതിനെതിരെ ശബ്ദം ഉയരേണ്ടത് എവിടെ നിന്നാണ്? മുസ്ലിം ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് തന്നെയാണ്. കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് മുജാഹിദ് ബാലുശ്ശേരി ഭാര്യ സമ്മതിച്ചാൽ കിട്ടുമെന്ന് പറയുന്നത്. അല്ല വേറെ എവിടെയും കാര്യമെങ്കിൽ ഭാര്യൻ്റെ സംഭവം നോക്കൂലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെയൊക്കെ പറയുന്ന ഒരുപാട് പുരോഗമനവാദികളായിട്ടുള്ള മുസ്ലിം സമൂഹമുണ്ട്. ഇനിയിപ്പോൾ ഇത് ഹിന്ദു സമൂഹത്തിൽ നടന്നാലും ക്രിസ്ത്യൻ സമൂഹത്തിൽ നടന്നാലും നമ്മൾക്ക് ഒരേപോലെ തന്നെയാണ്. നമ്മൾ അങ്ങനെ ഒരു മതത്തെ മാത്രം എടുത്ത് പറഞ്ഞൊന്നുമല്ല. പക്ഷെ മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള മുജാഹിദ് ബാലുശ്ശേരിയും വേറൊരു പുള്ളിയും കൂടിയുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല. ഇവരാണ് ഇത്ര പച്ചക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യത്തെ പറ്റി പറയുന്നത്. അതെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് തന്നെ ശബ്ദമുയരണം. ഉസ്താദിനെ പറയുമ്പോൾ വേറെ ആർക്കും പൊള്ളേണ്ട കാര്യമില്ല. കാരണം അവരാരും യഥാർത്ഥത്തിൽ അവരവരുടെ ഭാര്യമാർ അവരവർക്ക് വലുത് തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഭാര്യമാരൊക്കെ 5 6 കെട്ടാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? അതേ സംഭവം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും തുല്യനീതി എന്നുള്ളത് തന്നെയാണ്. മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഇത്തരം പിന്നെ നമ്മൾ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്ന രീതിയുണ്ടല്ലോ, അത് മാറേണ്ടത് തന്നെയാണ്. തീർച്ചയായും.